ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്കാന പായസമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കണം നോക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ട് ഇട്ട് ഗോൾഡൻ നിറമാകുന്നത് വരെ വറുത്തെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് 4 കപ്പ് മക്കാന ഇട്ട് 3 മിനിറ്റ് ആകുന്നത് വരെ വറുത്തെടുത്ത് മാറ്റി വെക്കാം. ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് മക്കാന മാറ്റി വെച്ച് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ കുത്തിപ്പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് തിളയ്ക്കാറാകുന്ന സമയത്ത് നോർമൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ച 4 ടേബിൾ സ്പൂൺ ചവ്വരിയാണിത്. ഇതിലേക്ക് ചേർത്ത് വേവിച്ചെടുക്കാം. ചവ്വരി വെന്ത് വരുമ്പോൾ മുത്തുമണി പോലെ കാണപ്പെടുന്നതാണ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മക്കാന ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിച്ചതും പൊടിക്കാത്തതും ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്, 6 ഏലക്ക പൊടിച്ചത്, വറുത്ത് വെച്ച കാഷ്യൂനട്ട്, കുറച്ച് ബദാം ചെറുതാക്കി മുറിച്ചത്, 8 കാരക്ക കുരു കളഞ്ഞ് ചെറുതാക്കി മുറിച്ചത് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ സ്വാദിഷ്ടമായ മക്കാന പായസം റെഡി. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കൂടുതൽ കുക്കിംഗ് ആൻഡ് ഹെൽത്തി റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സീ യു.